കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുമ്പോഴേക്കും ഒരുപാട് അങ്ങ് വൈകിപ്പോയിരുന്നു. കുറ്റമുക്തനായ അച്ഛനെ കാത്ത സബ് ജയിലിന് മുന്നിൽ നിന്ന് ഞങ്ങളെ മുന്നിലേക്ക് എത്തിയത് വെള്ള പുതപ്പിച്ച ഒരു ശരീരമാ. ഹൃദ്രോഗബാധിതനായിരുന്നു അച്ഛൻ. ജയിലിൽ വേണ്ട ചികിത്സയൊന്നും ലഭിച്ചില്ല. വെള്ള പുതപ്പിച്ച ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാമയെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്വയം കൈവിട്ടു പോവുകയായിരുന്നു അവള്. അസുഖം നിറഞ്ഞ മനസ്സിനെ സുഖപ്പെടുത്താൻ മനോരക ആശുപത്രിയിൽ മാസങ്ങൾ നീണ്ട ചികിത്സ. എല്ലാം ഭേദമായി സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് യാത്രാമൊഴി പറയുമ്പോഴും ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞു, ഇതുപോലൊരു ഷോക്കും കൂടി താങ്ങില്ല ഭാമയെന്ന്. അങ്ങനെ ഉണ്ടായാൽ ശേഷിച്ച കാലം മുഴുവൻ മനോരോഗ ആശുപത്രിയുടെ സെല്ലിന്റെ ഉള്ളിൽ. ആരോഗ്യവാനായ അച്ഛനെ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവർ തിരിച്ചു നൽകിയത് വെള്ള പുതപ്പിച്ച് തണുത്തു മരവിച്ച ഒരു മൃതദേഹമായിരുന്നു. അന്ന് തുടങ്ങിയതാ ഭാമയ്ക്ക് പോലീസ് യൂണിഫോമിനോടുള്ള വെറുപ്പ്. കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും സമൂഹ കുടുംബത്തിന് മാപ്പം നൽകിയില്ല. കടങ്ങളും ബാധ്യതകളൊക്കെ പിടിമുറുക്കിയപ്പോ എന്റെ ഭാമയുടെ കൈ പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഈ രാഘവനാർക്ക് അതൊന്നൊരു പുതുമയല്ലായിരുന്നു. 50 രൂപയായിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാന്ന് അവിടുന്ന് തുടങ്ങിയതാ എല്ലാം. പക്ഷേ അന്ന് ഒരു കുറവും ഭാമ അറിഞ്ഞിട്ടില്ല. അരവയറ് നിറച്ച് മുണ്ടും മുറുക്കി കൊടുത്ത് അങ്ങാടി തെണ്ടി നടക്കുമ്പോഴും മണിമേടയിലായിരുന്നു എന്റെ ഭാമ. നഷ്ടപ്പെട്ടൊന്നും പോയിട്ടാന്ന് വിശ്വസിപ്പിച്ചു. അവൾക്ക് വേണ്ടി യാഥാർത്ഥ്യമല്ലാത്തൊരു സ്വർഗം സൃഷ്ടിക്കപ്പെടുമ്പോ ചോര ഒഴുകിയിട്ടുണ്ട് രാഘവൻ നായരുടെ ഈ കണ്ണീന്ന്. പിന്നെ അതൊക്കെ എല്ലാം നേടിയെടുക്കാനായി ഈ രാഘവൻ നായർക്ക്. അതിന് വിധിയെന്നൊന്നും അല്ല പേരിട്ട് വിളിക്കേണ്ടത്, മനക്കരുത്തെന്ന. ന്യായമല്ലെന്ന് തോന്നുന്ന പലതും ഭാമ ചെയ്യുമ്പോഴും ഞാൻ നിശബ്ദനാവുന്നതേ അതേ മനക്കരുത്തുകൊണ്ടാ. പിന്നെ അവളുടെ ചെറിയ ചെറിയ ദുശാഠ്യങ്ങള്, ബോധ്യങ്ങള്, അതൊക്കെ പെട്ടെന്ന് തകർന്ന ഭാമ നമ്മള് കൈവിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ സുസ്മിതയ്ക്ക് എപ്പോഴേ പുറത്താക്കിയാൻ ഈ വീട്ടിൽ നിന്ന്. അത് അച്ഛനെ ഭയാനൊന്നും കരുതണ്ട. അല്ല മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ? നീ എന്താ കഴിച്ചേ? ഇതുവരെ നീ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലേ? വിഷ്ണുവേട്ടൻ സെല്ലിനുള്ളിൽ കിടക്കുമ്പോ എങ്ങനെയാ ഞാൻ? വിഷ്ണു കഴിച്ചിട്ടില്ല എന്നുള്ളതല്ലേ നിന്റെ സങ്കടം? അവനും കഴിക്കാൻ മനസ്സനുവദിക്കുന്നുണ്ടാവില്ല. മോളെ, ആരാ ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത്? നീ എന്ന് ആലോചിച്ച് നോക്ക്. അമ്മേ, പ്രീതി വിവരം അറിയിച്ചിട്ടുണ്ടമ്മേ. വരും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നുണ പറയാം അല്ലേ?
ആശാനെ കഴിക്കാൻ എനിക്കൊന്നും വേണ്ട. അല്ല ആശാനെ കഴിക്കാതെ. ഷാലിനി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല വിഷ്ണുട്ട, ഭേദമുണ്ട്. എഴുന്നേറ്റ് നടന്നു തുടങ്ങി, മരുന്നും കൃത്യമായി കഴിക്കുന്നുണ്ട്. വിഷ്ണുട്ട, ഇവിടെ കുഴപ്പമൊന്നും? ഏയ്, ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കഴിച്ചോ? ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വിശപ്പില്ല. നീ അമ്മയുടെ കാര്യം പറ. എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. ഞങ്ങള് പല കള്ളവും പറഞ്ഞു നോക്കി. ഇപ്പൊ സത്യം പറഞ്ഞോ, ഞങ്ങക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്യാനാ? വിഷ്ണുട്ടന്റെ ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്ന് വിളിച്ച് അമ്മയോടൊന്ന് സംസാരിച്ച ചിലപ്പോ അമ്മയ്ക്ക് വിശ്വാസമാവും. വിഷ്ണുട്ടൻ ദാസനൊപ്പം ഒരിടം വരെ പോയിരിക്കുകയാണെന്ന് ഞാൻ സത്യമോട് പറഞ്ഞിരിക്കുന്നത്. നാളെ വരുള്ളൂ എന്ന് സത്യമ്മയോട് പറയണം. ഇത്രയും നിയമമൊക്കെ അറിയായിരുന്നിട്ടും അത് ലംഘിക്കുന്നത് ശരിയാണോ കളക്ടർ മാഡം? പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് പുറത്തുനിന്നൊരാൾ ഫോൺ കൊണ്ട് കൊടുക്കുന്നത് നിയമലംഘനമാണെന്ന് മാഡത്തിന് അറിയാലോ. അതും പോലീസിന്റെ സമ്മതമില്ലാതെ. വേറെ ആരോടും അല്ല, വിഷ്ണുട്ടന്റെ അമ്മയോട്. നിയമത്തിന് മുന്നിൽ അമ്മയച്ഛനൊന്നും ഇല്ല മാഡം. ഷാലിനി, സാരമില്ല, എനിക്ക് സംസാരിക്കണ്ട. ഇയാൾ അമ്മ എങ്ങനെയും മാനേജ് ചെയ്താൽ മതി. സർ, ഈ ഫുഡ് കൊടുത്തോട്ടെ. അയ്യോ, അതൊന്നും പറ്റില്ല, അതൊട്ടും പറ്റില്ല. നിങ്ങൾ ഇതിനകത്ത് വിഷമിട്ടിട്ടില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? സർ, ഞാൻ വിഷ്ണുവേട്ടന്റെ ഭാര്യയാണ്. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പങ്കാളിക്ക് കഷായം കൊടുത്ത് കൊല്ലുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരു കുടുംബത്തിന് ഒന്നടങ്ക സൈനൈഡ് കൊടുത്ത് കൂട്ടക്കൊല ചെയ്യുന്ന ഭാര്യമാരുണ്ട്. കാമുകനൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ വരെ കടൽ ഭിത്തിയിൽ അടിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങൾ വേറെ. മാഡം അക്കൂട്ടത്തിലെങ്ങാനും പെട്ടതാണെങ്കിൽ ഞാൻ തൂങ്ങില്ലേ? എന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയല്ലേ ഇത്? എനിക്കാ ഉത്തരവാദിത്തം. സർ, ഞാൻ ഓവർ സ്മാർട്ട് കളിക്കുമ്പോ ഇതൊക്കെ ആലോചിക്കണം കളക്ടറമ്മേ. സഹദേവനെ വരട്ടാൻ ധൈര്യം കാട്ടിയ സ്ഥിതിക്ക് ഇനിയെല്ലാം അതിന്റെ മുറ പോലങ്ങ് നടക്കട്ടെ. ഞാനിവനെ നാളെ എന്റെ സൗകര്യം എപ്പോഴാന്ന് വെച്ചാ അപ്പ കോടതിയിൽ ഹാജരാക്കും. മാഡത്തിന് പറ്റുമെന്നുണ്ടെങ്കിൽ ജാമ്യത്തിലെടുത്തോണ്ട് പോ. എന്നിട്ടാവാം അമ്മയും മക്കളും വട്ടം കൂടിയിരുന്നുള്ള സംസാരവും വിരുന്നൂട്ടലും ഒക്കെ. ഷാലിനി, വിഷ്ണുട്ടാ, അല്ല, ഇയാള് പോ. അല്ല, അത് തന്നോട് പോവാനാ പറഞ്ഞേ. അതെ അതെ, ദാ ഇതൂടെ വച്ചോ. പവറാടാ പവർ.
ശാലിനി, വിഷ്ണുട്ടാ, ഇതെങ്ങനെ? എന്റെ ശാലിനിക്ക് സങ്കടമായിന്ന് കണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. വിഷ്ണുട്ടാ, ഇതെനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് അത് തരാതെ ഇങ്ങോട്ടാ കൊണ്ടുവന്ന്. വാ, നമുക്കേ അവിടേക്ക് ഇരിക്കാം. ഇങ്ങോട്ട് വന്നേ. ഇരിക്ക. ഇതെന്താ നോക്കിയിരിക്കുന്നേ? എനിക്ക് വാരിത്താ. അതെ, ഇനി തനിക്ക്. ഇനി ഞാൻ തരാം. വേണ്ട വിഷ്ണുട്ടാ, ഇന്ന് വിഷ്ണുവേട്ടൻ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നുള്ളൂ. കുഞ്ഞെന്തായി കാട്ടുന്നേ? വിഷ്ണുവേട്ടന് ഭക്ഷണം കൊടുക്കുക. ആർക്ക് കൊടുക്കുന്നെന്ന്? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. പടിയൊക്കെ വൃത്തികേടായല്ലോ. CI സാർ കണ്ട പിന്നെയും പ്രശ്നമാവും. ആ, കുഞ്ഞു പോയിക്കോ, ഞങ്ങൾ വൃത്തിയാക്കിക്കോളാം. ഹലോ. ഹലോ ശാലിനി. അർജുനേട്ടാ, ശാലിനി ഇപ്പൊ എവിടാ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നത് അർജുനേട്ടാ, വിഷ്ണുവേട്ടനെ കാണാൻ.
സത്യമാ വിഷ്ണുവേട്ടനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അറിയാലോ, ഈ അവസ്ഥയിൽ സത്യാമ്മയുടെ അടുത്ത് വിഷ്ണുവേട്ടന്റെ കാര്യം പറയാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും പോയതാന്ന് കരുതിക്കോട്ടെ എന്ന് വെച്ച് വിഷ്ണുവേട്ടനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് സംസാരിപ്പിക്കാൻ നോക്കിയിട്ട് സിയെ സമ്മതിച്ചില്ല. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം പോലും. മനസ്സിലായി ശാലിനി, നെയ്മ ഇപ്പൊ അയാളുടെ കൂടെ. എങ്കിലും കൂട്ടിലിട്ടൊരു മൃഗത്തെ പോലെ വിഷ്ണുവേട്ടൻ. ശാലിനി, ഇന്ന് ഞായറാഴ്ചയായി പോയി. നാളെ നമ്മൾ എന്ത് വില കൊടുത്തും വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. അല്ല അർജുനേട്ടൻ. ശാലിനി, അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ എന്റെ കക്ഷി വിഷ്ണുവാ. അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ എന്റെ ഈ പണി ഞാൻ ഉപേക്ഷിക്കും. എന്താ, എന്നെ വക്കാലത്തേൽപ്പിക്കാൻ താല്പര്യമില്ലേ ശാലിനിക്ക്? എന്താ അർജുനേട്ട അങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ, ഞാനില്ലേ കൂടെ. ഇപ്പൊ പുതിയൊരു ധൈര്യം വരുന്നത് പോലെ തോന്നുന്നുണ്ട് അർജുനേട്ടാ. വിഷ്ണുവേട്ടൻ അഴിക്കുള്ളിലാണെങ്കിലും ഇനി എന്ത് നേരിടാൻ തയ്യാറാ ശാലിനി. ശരി ശാലിനി, അപ്പൊ നമുക്ക് നാളെ നേരിട്ട് കാണാം. ഓക്കെ. ശാരദമ്മ പേടിക്കാതെ, ശ്യാമമോളിങ് വരും. പേടിക്കാതെ എന്ന് പറഞ്ഞ എങ്ങനാടി? മണി 7 കഴിഞ്ഞു. 3:30 ക്ലാസ് കഴിയുന്നത് അവളുടെ. ഇതിനു മുമ്പും ശ്യാമമോള് 6:30 6:45 വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. പക്ഷേ അതിന് എന്തേലുമൊക്കെ ന്യായം ഉണ്ടായിരുന്നു. പഠിക്കാനുള്ള ടൂറിന് പോകുന്നെന്നോ കൂട്ടുകാരികളുടെ വീട്ടിൽ നോട്ട്സ് വാങ്ങാൻ പോകുന്നെന്നോ ഒക്കെ. അതൊക്കെ അവള് നേരത്തെ വിളിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ല. ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും ശാരദാമ്മേ. ആ, എന്നാ പിന്നെ അവളുടെ കൂട്ടുകാരികളുടെ ആരുടെങ്കിലും ഫോണില്ലേ? ഒന്നിങ്ങോട്ട് വിളിച്ച് പറയാലോ. ചങ്കില് തീയുമായിട്ടാ ഓരോ അമ്മമാര് പെൺമക്കളെ പുറത്തേക്ക് അയക്കുന്നത്. പെട്രോൾ ഒഴിക്കലും തീ കൊളുത്തലും ഒക്കെ ആയിട്ട്. എന്നാ രാജീവ് സാറിനെ ഒന്ന് വിളിച്ചു നോക്ക് ശാരദാമ്മേ. ആ കോളേജിലെ ലെക്ചറല്ലേ രാജീവ് സാറ്? ആലോചിക്കാഞ്ഞിട്ടല്ല, പ്രായം തികഞ്ഞ പെൺകൊച്ച. അതിനെ കാണാനില്ലെന്ന് നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. രാജീവ് സാർ അന്യനല്ലല്ലോ ശാരദാമ്മേ, നമ്മുടെ ശാരികമോളുടെ ഭർത്താവല്ലേ. ഒരു ബൈക്ക് വരുന്നല്ലോടി. ആരാടി ഇത്? ശ്യാമമോളെ ശാരദാമ്മേ. അപ്പം കൂടെയുള്ള ആരാ? മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. ശരിടാ, ബൈ. ആരാടി അവൻ? എടി, അവൻ ആരാന്ന്? അതിനുള്ള മറുപടി ഞാൻ ഈ വരാന്തയിൽ നിന്ന് പറയണോ അതോ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞാൽ മതിയോ? വീട് ശാരദാമ്മേ, ചോദ്യം പറച്ചിലൊക്കെ പിന്നെ ആവാം. ഇടി നിൽക്കാൻ അവിടെ. ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയാൽ മതി. അമ്മയ്ക്കിപ്പോ അറിയേണ്ടത് ആ വന്നത് എന്റെ കാമുകനാണോന്നാണോ?